ശ്രേയസ് പുലിക്കയം യൂണിറ്റ് കോടഞ്ചേരി, കൂടരഞ്ഞി പഞ്ചായത്തുകളിലായി 65 അധികം അയൽക്കൂട്ടങ്ങളിൽ ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മേഖലാ കോർഡിനേറ്റർ ലിസി റെജി, യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ജോസ് എടയത്തുപാറ, ശ്രേയസിൻ്റെ പ്രവർത്തകരായ ജോസ് കുറൂര്, ലിജി സുരേന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങൾ, ഓരോ അയൽക്കൂട്ടത്തിൻ്റെയും കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഇതിൽ ഉൾച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, പുലിക്കയം യൂണിറ്റിനും എല്ലാവർക്കും യൂണിറ്റ് ഡയറക്ടർ എന്ന രീതിയിൽ എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ വാർഷിക റിപ്പോർട്ടിന് നേരുന്നു. ബത്തേരി രൂപത പ്രഥമ മെത്രാപ്പോലീത്ത അഭിവന്യ സിറിൽ മാർ ബെസേലിയോസ് പിതാവ് പാവങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കൈത്താങ്ങായി 1979 രൂപവൽക്കരിച്ച സാമൂഹ്യ സേവന പ്രസ്ഥാനമാണല്ലോ ശ്രേയസ്. 45 വർഷത്തോളമായി സാമൂഹ്യ സേവന രംഗത്ത് അനസ്യൂതമായ വളർച്ച ഉറപ്പിച്ച് ജാതി, മത, വർഗ, വർണ്ണ വിവേചനങ്ങളൊന്നുമില്ലാതെ നിർലോഭം പ്രവർത്തിച്ചു വരികയാണ് ശ്രേയസ്. രൂപതയുടെ 2ാം മെത്രാപ്പോലീത്തയായിരുന്ന അഭിവന്യ ഗീവർഗീസ് മാർ ദിവന്യാസ്യോസിന്റെയും 2010 മുതൽ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവിന്റെയും രക്ഷാകർതൃത്വത്തിൽ നിലനിന്നുകൊണ്ട് രൂപത ഡയറക്ടറായിരിക്കുന്ന റവറൻ ഫാദർ ഡേവിഡ് ആലിംഗലിന്റെ നേതൃത്വത്തിൽ രൂപത സാമൂഹ്യ സേവന വിഭാഗം ജൈത്രയാത്ര തുടരുന്നു. ആവശ്യക്കാരന്റെ തക്ക സമയത്ത് യാതൊരുവിധ സങ്കീർണതകളുമില്ലാതെ വിവിധങ്ങളായ പദ്ധതികളിലൂടെയും നിരവധിയായ സംരംഭങ്ങളിലൂടെയും പാവപ്പെട്ടവരുടെ ഉയർച്ചയെയും വളർച്ചയെയും ലക്ഷ്യമാക്കി ശ്രേയസ് പ്രവർത്തനങ്ങൾ മുന്നേറുന്നു. ഇന്നത്തെ ശ്രേയസ് പ്രവർത്തനങ്ങളെ നോക്കിക്കാണുമ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിലായും വിവിധ മേഖലകളിലായും ശ്രേയസ് സോഷ്യൽ സർവീസ് യൂണിറ്റുകൾ പ്രവർത്തന നിരതമാണ്. 1989 ശ്രേയസ് യൂണിറ്റുകൾ കോഴിക്കോട് മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. 9 യൂണിറ്റുകളിലായി 400ഓളം അയൽക്കൂട്ടങ്ങൾ ശ്രേയസിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. വികസന മുന്നേറ്റങ്ങൾ എന്നും ഒരുപിടി മുന്നിൽ നിൽക്കണമെന്ന ശ്രേയസ് ത്വാത്വികാചാര്യന്മാരുടെ ചിന്തകളെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി 1989 പുലിക്കയം യൂണിറ്റിന് ആരംഭം കുറിച്ചു. ഇന്ന് കോടഞ്ചേരി പഞ്ചായത്തിലെ 5, 6, 7, 8, 10, 17 വാർഡുകളിലായി 37 അയൽക്കൂട്ടങ്ങളാണ് പ്രവർത്തന നിരതമായി കൊണ്ടിരിക്കുന്നത്. 4 പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പുലിക്കയം യൂണിറ്റിന്റെ കീഴിൽ 5 പുരുഷ സംഘങ്ങളും 19 മഹിളാ സമാജ സംഘങ്ങളും 3 മിശ്ര സംഘങ്ങളും കൂടാതെ ഭിന്നശേഷി ഗ്രൂപ്പുകൾ, വയോജനങ്ങളുടെ ഗ്രൂപ്പുകൾ, ഏകസ്ഥരുടെ ഗ്രൂപ്പുകൾ തുടങ്ങിയവയും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ വിവിധങ്ങളായ സംരംഭങ്ങളും വികസന മുന്നേറ്റത്തോടെ പ്രവർത്തനത്തിലാണ്. നൂതന ആശയങ്ങൾ കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും തൻ്റേതായ ഒരു ശൈലി സൃഷ്ടിക്കാൻ പുലിക്കയം യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. ആളുകളുടെ പങ്കാളിത്തവും അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന കമ്മിറ്റി അംഗങ്ങളും പുലിക്കയം യൂണിറ്റിനെ ഉത്തരോത്തരം വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 2023-24 കാലഘട്ടം പുലിക്കയം യൂണിറ്റിൻ്റെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. പുലിക്കയം യൂണിറ്റ് കൂടരഞ്ഞി എന്ന പേരിൽ മറ്റൊരു യൂണിറ്റ് കൂടിയായി വിഭജിക്കാൻ സാധിച്ചത് അവരുടെ പ്രവർത്തനം ബഹുദൂരം സഞ്ചരിച്ചതുകൊണ്ടാണ്. ശ്രീ ജോസ് ഇടയത്തുപാറയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരായ ശ്രീ ജോസ് കുറൂർ, ശ്രീമതി ലിജി സുരേന്ദ്രൻ കർമ്മനിരതമായി സജീവമായി പാവങ്ങളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിനാൽ പുലിക്കയം യൂണിറ്റ് വിജയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ശ്രേയസ് കോഴിക്കോട് മേഖലയുടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ശ്രേയസ് പുലിക്കയം യൂണിറ്റിൻ്റെ 2023-24 വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഞങ്ങൾ സന്തോഷത്തോടെ വരെ അവതരിപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും കൃതജ്ഞതയും അറിയിക്കുന്നു. യൂണിറ്റ് കമ്മിറ്റി ബഹുമാനപ്പെട്ട തോമസ് മണിത്തോട്ടത്തിൽ അച്ഛൻ ഡയറക്ടറായിട്ടുള്ള പുലിക്കയം യൂണിറ്റിന്റെ പ്രസിഡന്റായി ശ്രീ ജോസ് എടയത്തുപാറ സേവനമനുഷ്ഠിക്കുന്നു.
സെക്രട്ടറി ശ്രീമതി ഷിൽവി രാജു, ഖജാൻജി ശ്രീമതി ശാരദ ഇറമ്പിൽ, വൈസ് പ്രസിഡന്റ് ശ്രീമതി എൽസി കുന്നുംപുറത്ത്, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഷൈനി ഷാജി എന്നിവരും കമ്മിറ്റി അംഗങ്ങളായി ശ്രീ ജേക്കബ് ഊരിക്കുന്നത്ത്, ശ്രീ ചന്ദ്രൻ കണിയാമ്പറമ്പിൽ, ശ്രീമതി എൽസി കച്ചിറയിൽ, ശ്രീമതി വത്സ കാലായിൽ, ശ്രീമതി ജിൻസി മണപ്പാട്ട് എന്നിവരുമടങ്ങുന്ന 12-അംഗ കമ്മിറ്റിയുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് പുലിക്കൈ യൂണിറ്റിന്റെ വിജയഗാഥയുടെ അടിത്തറ. ശ്രീമതി ലിസി റെജി മേഖലാ കോർഡിനേറ്ററായും ശ്രീമാൻ ജോസ് കുറൂര്, ശ്രീമതി ലിജി സുരേന്ദ്രൻ യൂണിറ്റ് പ്രവർത്തകരുമായും ഈ കമ്മിറ്റിയിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നു. ഒരു യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള മുഴുവൻ ശക്തിയും ഉത്ഭവിക്കുന്നത് പ്രസ്തുത യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്നാണ്. പ്രവർത്തന പദ്ധതികൾ കാലേക്കൂട്ടി ആസൂത്രണം ചെയ്യുക, ആസൂത്രണം ചെയ്ത പദ്ധതികൾ സമയബന്ധിതമായി നടത്തപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുക, വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിലയിരുത്തുക തുടങ്ങിയ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളെല്ലാം യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് വരുന്നു. 2023-2024 കാലഘട്ടം ശ്രേയസ് പുലിക്കൈ യൂണിറ്റിന്റെ വിജയഗാഥയിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട മത്സരമാണ്. ദേശഭാഷ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ പ്രവർത്തനോന്മുഖമായിരിക്കുന്ന പുലിക്കൈ യൂണിറ്റ് അതിന്റെ സ്ഥാപിത പഞ്ചായത്തുകളെ ഭേദിച്ച് കൂടരഞ്ഞി, തിരുവമ്പാടി പഞ്ചായത്തുകളെയും പിന്തള്ളി മലപ്പുറം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കക്കാടംപൊയിൽ പ്രദേശം വരെ എത്തി നിൽക്കുന്നു. പ്രസ്തുത പഞ്ചായത്തുകളിലെ 30 സംഘങ്ങളെ ഉൾപ്പെടുത്തി കൂടരഞ്ഞി എന്ന സ്വതന്ത്ര യൂണിറ്റ് രൂപീകരിക്കുവാൻ ഈ വർഷം സാധിച്ചു. സംഘരൂപീകരണം മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നീതിയും സമാധാനവുമുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച ശ്രേയസ് പ്രാദേശിക തലത്തിലുള്ള സംരംഭങ്ങളിലൂടെ തൊഴിൽ സൃഷ്ടിക്കുന്നത് സുഗമമാക്കുന്നതിനായുള്ള പരിശ്രമങ്ങളിൽ 2023-24 വർഷവും പുതിയ സംഘങ്ങൾ രൂപീകരിച്ചു. പുലിക്കൈ യൂണിറ്റിൽ നക്ഷത്ര, പ്രിയ, വിസ്മയ 2, തീർത്ഥം, ഐശ്വര്യ, നിശാഗന്ധി എന്നീ 6 സംഘങ്ങളും, കൂടരഞ്ഞി യൂണിറ്റിൽ മഹാത്മാ, മഴവില്ല്, കരുണ, കൂടരഞ്ഞി കർഷക സ്വാശ്രയ സംഘം, ദർശന, അമ്മ എന്നീ 6 സംഘങ്ങളും ഉൾപ്പെടെ 12 സംഘങ്ങളാണ് ഈ വർഷം രൂപീകരിക്കപ്പെട്ടത്. ഓരോ സംഘത്തിലും 10-നും 20-നും ഇടയിൽ വ്യക്തികളാണുള്ളത്. ഓരോ സംഘങ്ങളും മാസത്തിൽ ഒരിക്കൽ അവരുടെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നു. യൂണിറ്റ് നേതൃത്വം എല്ലാ മാസവും ഓരോ സംഘാംഗങ്ങളെയും സന്ദർശിക്കുകയും സമ്പാദ്യ പദ്ധതികളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. ബാലജ്യോതി ഗ്രൂപ്പുകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള സനാതന മൂല്യങ്ങളും പൈതൃകങ്ങളുമാണ് ഈ തലമുറയുടെ ധാർമ്മികതയുടെ അടിത്തറ. ആകയാൽ ശ്രേഷ്ഠമായതെന്തും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് മൂല്യങ്ങളായാലും സമ്പാദ്യങ്ങളായാലും. ആയിരങ്ങൾക്ക് അഭയമായി മാറിക്കൊണ്ടിരിക്കുന്ന ശ്രേയസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ദർശനങ്ങളും മൂല്യങ്ങളും യഥാവിധി കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിനായി സ്വാശ്രയ സംഘങ്ങളോടൊപ്പം രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന കുട്ടികളുടെ സംഘമാണ് ബാലജ്യോതി ഗ്രൂപ്പുകൾ. സ്വാശ്രയ സംഘം രക്ഷാധികാരികളുടെ നേതൃത്വത്തിൽ ബാലജ്യോതി ഗ്രൂപ്പുകൾ പ്രവർത്തന നിരതമാകുന്നു. പുലിക്കൈ യൂണിറ്റ്സിലെ വിവിധ പ്രദേശങ്ങളിലായി 12 ബാലജ്യോതി ഗ്രൂപ്പുകളിൽ നിന്നും 142 കുട്ടികൾ അംഗങ്ങളായിട്ടുണ്ട്. ലഘുസമ്പാദ്യം, പഠനയാത്രകൾ, ദിനാഘോഷങ്ങൾ, കലാകായിക മത്സരങ്ങൾ, അവധിക്കാല ക്യാമ്പുകൾ എന്നിവയെല്ലാം ബാലജ്യോതി ഗ്രൂപ്പുകളെ കർമ്മനിരതമാക്കുന്നു. കൂടാതെ കേന്ദ്ര മേഖലാ തലത്തിൽ നടത്തിവരുന്ന ശ്രേയസ് എഡ്യൂക്കേഷണൽ സപ്പോർട്ടിംഗ് സ്കീം അഥവാ SCSS, വിദ്യാജ്യോതി എന്നീ പദ്ധതികളിലൂടെ 10,000 മുതൽ 20,000 രൂപ വരെ വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വായ്പകളും നൽകി വരുന്നു. ഇതനുസരിച്ച് യൂണിറ്റിലെ 17 കുട്ടികൾ ഇതുവരെ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. ഇതിനു പുറമെ കൂടരഞ്ഞി, പൂമട്ട് ബാലജ്യോതിയിലെ 4 കൂട്ടുകാർക്ക് ഓരോ ആട്ടിൻകുട്ടികളെയും നൽകുകയുണ്ടായി. CBR ഗ്രൂപ്പുകൾ വൈരുദ്ധ്യവും വ്യതിരക്തതയും പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ക്രമവും ക്രമരാഹിത്യവും പ്രപഞ്ചത്തിന്റെ താളമാണ്. ജീവിതയാത്രയുടെ വഴിത്താരയിലെവിടെയോ ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ട ഏകാന്ത പഥികർ. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് മനുഷ്യൻ രൂപം നൽകുമ്പോൾ മനുഷ്യബുദ്ധിക്ക് അജ്ഞാതമായ സർഗാത്മക കഴിവുകൾ നിക്ഷേപിക്കപ്പെട്ട ഭിന്നശേഷിക്കാർ. പ്രകൃതിയുടെ വികൃതിക്കൊടുവിൽ ജീവിതം നഷ്ടപ്പെട്ട് ജീവൻ ബാക്കിയായ വൃദ്ധജനങ്ങൾ. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രാന്തസ്ഥരാക്കപ്പെട്ടവരോട് പക്ഷം ചേരുവാനുള്ള ശ്രേയസിന്റെ ദർശനമാണ് യൂണിറ്റിൽ സാന്ത്വനം എന്ന പേരിൽ ഒരു വയോജന സംഘവും
ആശ്രയ എന്ന പേരിൽ ഒരു ഭിന്നശേഷി ഗ്രൂപ്പും തണൽ എന്ന പേരിൽ ഒരു ഏകസ്ഥരായ അമ്മമാരുടെ ഗ്രൂപ്പും രൂപീകരിക്കുവാൻ പ്രേരകമായത്. പ്രതിമാസ യോഗങ്ങളും ദിനാഘോഷ പരിപാടികളും വിനോദയാത്രകളുമെല്ലാം തങ്ങളും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്ന അവബോധം അവരിൽ ജനിപ്പിക്കുവാനും അതിലൂടെ ശിഷ്ടകാലം ആത്മവിശ്വാസമുള്ളവരായിരിക്കുവാനും അവർക്ക് സാധിക്കുന്നു. എന്താ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് വന്നതാണ്. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരും ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരാണ്. അപ്പോൾ എവിടെ കുട്ടികളെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ കുട്ടികളെ ഞങ്ങൾ വീട്ടിലാക്കി വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ 365 ദിവസവും ഞങ്ങൾ കുട്ടികളുടെ കൂടെ 24 മണിക്കൂറും 1 സെക്കൻഡ് പോലും അതിൽ നിന്ന് വിടാതെ ഞങ്ങൾ കുട്ടികളെ സംരക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് ഈ ഒരു വർഷം ഞങ്ങൾ 364 ദിവസത്തേക്ക് അത് ചുരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഐസ്ക്രീം കഴിക്കാനും ഒരു ഉപ്പുമാങ്ങ കഴിക്കാനും കടലിൻ്റെ ഓളങ്ങളുടെ അവിടെ കാലുകളൊക്കെ നനയ്ക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ ശ്രേയസ് എന്ന സംഘടനയുടെ പുലിക്കൈ യൂണിറ്റ് ഞങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങളെ ഒന്ന് എത്തിച്ചിട്ടുണ്ട്. കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടേതായ സ്റ്റൈലിൽ ഇരുന്നും ഞങ്ങൾക്ക് അവരുടെ രീതിക്ക് ഞങ്ങൾ മനസ്സും ശരീരവും അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ മടിത്തട്ടുകളും ഞങ്ങളുടെ നെഞ്ചും ഞങ്ങളുടെ കൈകളും ഫ്രീ ആക്കിയിട്ട് ഞങ്ങളുടെ മനസ്സും ഫ്രീ ആക്കിയിട്ട് കുറഞ്ഞ സമയം ഞങ്ങൾ ഇവിടെ ഉല്ലസിക്കാനായിട്ട് വന്നാണ്. ഞങ്ങൾ കടൽ കണ്ടു, കടലിൽ കളിച്ചു, ഐസ്ക്രീം കഴിച്ചു. ഇനി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതുവരെ എല്ലാവർക്കും യൂണിറ്റ് ഇവാലുവേഷൻ. ഒത്തുചേരലും ഒത്തുനോക്കലും ഒരു ചലനാത്മകമായ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ചാലകശക്തിയാണ്. ഒത്തുചേരുമ്പോൾ കൂടുതൽ അറിയുവാനും ഒത്തുനോക്കുമ്പോൾ കൂടുതൽ ശ്രേഷ്ഠമായവ സ്വീകരിക്കുവാനും ശ്രേയസ്വാശ്രയ സംഘങ്ങളെ സഹായിക്കുന്ന ഒരു നൂതന ശാസ്ത്ര പഠന രീതിയാണ് യൂണിറ്റ് തലത്തിൽ നടത്തുന്ന അയൽക്കൂട്ട വിലയിരുത്തൽ മീറ്റിംഗുകൾ. പുലിക്കൈ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും 24-ാം തീയതി യൂണിറ്റ് ഓഫീസിൽ വെച്ച് വിലയിരുത്തൽ യോഗങ്ങൾ സംഘടിപ്പിക്കും. ഏരിയ മീറ്റിംഗ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ച് നടത്തുന്ന ഏരിയ മീറ്റിംഗുകൾ പ്രാദേശിക വികസന പ്രക്രിയ ചടുലമാക്കുന്നതിന് സഹായകമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശ്രേയസ് യൂണിറ്റ് മേഖലാ പ്രതിനിധികളുടെ സഹായത്തോടെ ഒരു പ്രത്യേക ഭൂപരിധിയിൽ ഉൾക്കൊള്ളുന്ന ഒന്നിലധികം സംഘങ്ങളുടെ സംയുക്ത സമ്മേളനങ്ങളാണ് ഏരിയ മീറ്റിംഗ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇതനുസരിച്ച് കോടഞ്ചേരി പഞ്ചായത്തിലെ 10-17 വാർഡുകളിലെ 7 സംഘങ്ങളെ ഉൾപ്പെടുത്തി 2023 സെപ്റ്റംബർ മാസത്തിൽ കോടഞ്ചേരി കേന്ദ്രീകരിച്ചും 6-8 വാർഡുകളിലെ 9 സംഘങ്ങളെ ഉൾപ്പെടുത്തി ഡിസംബറിൽ കുരങ്ങൻപാറ മുരിക്കുംചാൽ പ്രദേശത്തുമായി ഈ വർഷം 2 ഏരിയ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു. ഇതനുസരിച്ച് കുരങ്ങൻപാറ മുരിക്കിൻചാൽ പ്രദേശത്ത് ആകസ്മികമായി തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ട ഒരു കലുങ്ക് സമയബന്ധിതമായി പുനർനിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയെ പ്രചോദിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിന്റെ പൊതുനന്മ ലക്ഷ്യം വെച്ച് കാലാകാലങ്ങളിൽ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതിൽ ശ്രേയസ് പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനായി നിയുക്തമായിരിക്കുന്ന വിവിധ സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ അയൽക്കൂട്ട യൂണിറ്റ് മേഖലാ തലത്തിൽ പരിശീലനങ്ങളും മറ്റ് ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഡിസംബർ, ജനുവരി മാസങ്ങളിലായി പുലിക്കയം, കൂടരഞ്ഞി പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ച തൊഴിലാളി വിദ്യാഭ്യാസ പരിശീലന പരിപാടികളിൽ 200-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. കേന്ദ്ര തൊഴിലാളി വിദ്യാഭ്യാസ ബോർഡ് ഡയറക്ടർ ശ്രീ JP സിംഗ് നേതൃത്വം നൽകിയ പ്രസ്തുത പരിപാടിയിൽ വിവിധ ക്ഷേമ പെൻഷനുകളെ കുറിച്ചും ബാങ്കിംഗ് മേഖലകളിൽ നൽകുന്ന ഇൻഷൂർ പരിരക്ഷയെക്കുറിച്ചും വിശദീകരിച്ചു. 2023 സെപ്റ്റംബർ മാസത്തിൽ പുലിക്കയം അനശ്വര സംഘം സംഘടിപ്പിച്ച സോപ്പ് നിർമ്മാണ പരിശീലന പരിപാടിക്ക് നെല്ലിപ്പോയിൽ വിമല UP സ്കൂൾ അധ്യാപകൻ ശ്രീമാൻ സബീർ ഓമശ്ശേരി നേതൃത്വം നൽകി. വാർഷികാഘോഷങ്ങളെല്ലാം ഒരു വർഷത്തെ ഓർമ്മകളെ തന്മയത്വത്തോടെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവയാണ്. പുതുവർഷത്തോടനുബന്ധിച്ച് യൂണിറ്റിലെ വിജയ തൂലിക സംഘങ്ങൾ വിപുലമായ രീതിയിൽ വാർഷികാഘോഷം നടത്തി. മേഖലാ ഡയറക്ടർ, മേഖലാ കോർഡിനേറ്റർ, കമ്മിറ്റി അംഗങ്ങൾ,
കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് ചെമ്പകശ്ശേരി, പഞ്ചായത്ത് അംഗം ശ്രീ ബോസ് ജേക്കബ് തുടങ്ങിയവർ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തു. അതോടൊപ്പം തൂലികാ സംഘം അവരുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് പ്രദർശിപ്പിച്ചു. വിജയ തൂലികാ സംഘങ്ങൾ അവരുടെ തനതായ ലോഗോ തദവസരത്തിൽ പ്രകാശനം ചെയ്തു. അതുപോലെ തന്നെ വിസ്മയ, ജ്യോതി, അനശ്വര, സ്നേഹഗിരി, കൂടരഞ്ഞി യൂണിറ്റിലെ ദീപം തുടങ്ങിയ സംഘങ്ങളും വാർഷികാഘോഷം നടത്തി. ചെറുകിട സംരംഭങ്ങൾ. മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ മറികടക്കുന്നതിനായി അധിക വരുമാനം കണ്ടെത്തേണ്ടത് ഒരു വികസിത സമൂഹത്തിന്റെ അനിവാര്യതയാണ്. മൂലധനത്തിന്റെ അഭാവം സംരംഭകത്വ ത്വരയെ ഉന്മൂലനം ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ശ്രേയസ് നടത്തുന്ന വായ്പാധിഷ്ഠിത പദ്ധതികൾക്ക് പ്രസക്തിയേറുന്നത്. ലളിതമായ വായ്പാ വ്യവസ്ഥകളിലൂടെ തികച്ചും സുതാര്യമായി വായ്പകൾ നൽകി ചെറുകിട സംരംഭങ്ങളെയും കുടുംബങ്ങളെയും നിലനിർത്തിപ്പോരാൻ ശ്രേയസ് സാമൂഹ്യക്ഷേമ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കോഴി ഫാമുകൾ, പശു ഫാമുകൾ, ഹോട്ടൽ, തയ്യൽ കടകൾ, ഹാർഡ്വെയർ ഷോപ്പുകൾ എന്നിവയ്ക്ക് പുറമെ വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, കാർഷികേതര മേഖലകൾ എന്നിവയ്ക്കും ശ്രേയസ് വായ്പാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അനുസ്യൂതം പ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്യുന്നു. നഴ്സസ് ഡേ. കരുണയുടെ മുഖമുദ്രയായി ലോകമെങ്ങും ആതുര സേവനം അനുഷ്ഠിക്കുന്ന ഭൂമിയിലെ മാലാഖമാരാണല്ലോ ഓരോ നഴ്സും. മെയ് 6-ാം തീയതി പുലിക്കയം യൂണിറ്റും ജ്യോതി സംഘവും സംയുക്തമായി 12ഓളം നഴ്സുമാരെ പൂച്ചെണ്ട് നൽകി ആദരിച്ചു. മദേഴ്സ് ഡേ. ഓരോരുത്തരുടെയും വഴിത്താരകളിലെ വെളിച്ചവും അറിയുംതോറും നിറയുന്ന സ്നേഹവുമാണ് ഓരോ അമ്മയും. മെയ് 14-ാം തീയതി പുലിക്കയം യൂണിറ്റിലെ വിവിധ സംഘങ്ങൾ അമ്മമാരെ പൂച്ചെണ്ടും സമ്മാനങ്ങളും നൽകി ആദരിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പ്രകൃതി നമുക്കായി ദിവസവും അനന്ത സൗന്ദര്യ ചിത്രങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ പരിസ്ഥിതിയെ നിലനിർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് പുലിക്കയം യൂണിറ്റിലെ എല്ലാ സംഘങ്ങളും വൃക്ഷത്തൈകൾ നടുകയും മുൻപ് നട്ടുവളർത്തിയ വൃക്ഷങ്ങളെ പരിപാലിക്കുകയും ചെയ്തു. വിസ്മയ അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വായനാ ദിനം വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത്. ശ്രേയസ് സിഒ ലിജി സുരേന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങളെന്നും ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാനെന്നും അവർ പറഞ്ഞു. വായനയുടെ മഹത്വമൂന്നിക്കൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഏന്തിയാണ് അംഗങ്ങൾ വായനാ ദിനത്തെ വരവേറ്റത്. സെക്രട്ടറി ഷൈനി ഷാജിയും പ്രസിഡന്റ് മോളി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങൾക്കായി വായനാ ദിന ക്യൂസ് മത്സരവും അരങ്ങേറി. സ്വാതന്ത്ര്യ ദിനാഘോഷം. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം വിവിധ സംഘങ്ങൾ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. യൂണിറ്റിൽ നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ യൂണിറ്റ് ഡയറക്ടർ ദേശീയ പതാക ഉയർത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. ചടങ്ങിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന്റെ കാവൽ ഭടന്മാരായി സേവനമനുഷ്ഠിച്ച കുര്യൻ കെ കളപ്പുര, മത്തായി കാരിക്കുഴി എന്നീ ധീരജവാന്മാരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഓണാഘോഷം. നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണ ഭംഗിയുടെ ഗൃഹാതുരതയുണർത്തി മലയാളികളുടെ സ്വന്തം ഓണം ശ്രേയസ് പുലിക്കൈ യൂണിറ്റ് വിവിധ കലാകായിക വിനോദങ്ങളോടെ ഈ വർഷം കൂടരഞ്ഞിയിൽ സംഘടിപ്പിച്ചു. അവ്യക്തമായ മിത്തുകൾക്കും ചരിത്രങ്ങൾക്കുമപ്പുറം സജീവമായി മാറിയ ജനകീയ കൂട്ടായ്മ ശ്രേയസിന്റെ മാനവിക ദർശനത്തിന്റെ നേർക്കാഴ്ചയായി. വർദ്ധിത ആവേശത്തോടെ ഈ വർഷത്തെ ഓണം മുഴുവൻ സംഘങ്ങളിലും വിവിധ പരിപാടികളോടെ ഏറ്റെടുത്തു എന്നത് ശ്രദ്ധേയമായി. ശിശുദിനം, ഗാന്ധി ജയന്തി. നിഷ്കളങ്കമായി ചിരിക്കാൻ കഴിഞ്ഞ നല്ല കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണല്ലോ ഓരോ ശിശുദിനവും. ഈ വർഷത്തെ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി
യൂണിറ്റിലെ വിവിധ ഗ്രൂപ്പുകളിലെ 32 കുട്ടികളെ സംഘടിപ്പിച്ച് ക്വിസ് മത്സരം നടത്തി. വിജയികൾക്ക് സമ്മാനം നൽകുകയും എല്ലാ കുട്ടികൾക്കും മധുരം നൽകുകയും ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കമ്മിറ്റി അംഗങ്ങളും വിജയ സ്വാശ്രയ സംഘങ്ങളും ചേർന്ന് ഓഫീസ് പരിസരവും റോഡിന്റെ ഇരുവശവും വൃത്തിയാക്കി. കൂടാതെ തൂലികാ സംഘം ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്ത് അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ 1 കിലോമീറ്ററോളം ഭാഗത്തു നിന്ന് നീക്കം ചെയ്തു. കൂടാതെ കക്കാടംപൊയിൽ ദീപം സൗഭാഗ്യ സംഘങ്ങൾ അംഗനവാടിയുടെയും PHCയുടെയും പരിസരം വൃത്തിയാക്കി. നവജീവൻ, ഒയാസിസ്, പുലരി, സ്നേഹഗിരി, പ്രിയം, അനശ്വര സംഘങ്ങൾ റോഡിന്റെ ഇരുവശവുമുള്ള കാണകൾ വൃത്തിയാക്കുകയും സാമൂഹിക പ്രതിബദ്ധത പ്രകടമാക്കുകയും ചെയ്തു. സ്ത്രീകളുടെ ആത്മസമർപ്പണത്തെയും ഇച്ഛാശക്തിയെയും ആദരിക്കാനും അവരെ കൈപിടിച്ചുയർത്താനും ശ്രേയസ് പുലിക്കേം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഈശ്വര പ്രാർത്ഥനയോടൊപ്പം ആരംഭിച്ച പരിപാടിയിൽ യൂണിറ്റ് കോർഡിനേറ്റർ ലിജി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് LC കുന്നുംപുറത്ത് അധ്യക്ഷനായിരുന്നു. ശ്രേയസ് കോഴിക്കോട് മേഖലാ ഡയറക്ടറും പുലിക്കേം യൂണിറ്റ് ഡയറക്ടറുമായ റവറൽ ഫാദർ തോമസ് മണ്ണിത്തോട്ടം ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബത്തേരി പ്രോവിൻസ് മദർ പ്രൊവിൻഷ്യൽ റവറൽ സിസ്റ്റർ തേജസ് ബദനി വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ സാമൂഹിക തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനപ്പുറം ആഘോഷിക്കപ്പെടേണ്ട ദിനമാണിതെന്ന് സിസ്റ്റർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ റോസമ്മ കൈത്തിങ്കൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൈത്താങ്ങാകുന്ന അമ്മമാരെ ആദരിച്ചു. ഓരോ കുഞ്ഞുങ്ങൾക്കും ജീവിത നേർക്കാഴ്ച നൽകി ചേർത്ത് പിടിക്കുന്ന അമ്മമാർക്ക് ശ്രേയസിന്റെ കരുതൽ കൂടിയായിരുന്നു ആദരിക്കൽ ചടങ്ങ്. ശ്രേയസ് മേഖലാ കോർഡിനേറ്റർ ലിസി റെജി മുഖ്യ പ്രഭാഷണം നടത്തി. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗം റജീന കല്ലമ്മാക്കൽ, ശ്രേയസ് പുലിക്കേം യൂണിറ്റ് SHG പ്രതിനിധി തെരേസ ജോൺ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ആശ്രയ SHG പ്രതിനിധി സോളിയ ബൈജു തൊട്ടിപ്പറമ്പിൽ മറുപടി പ്രസംഗം നടത്തി. ശ്രേയസ് പുലിക്കേം യൂണിറ്റ് കമ്മിറ്റി അംഗം LC ബേബി കച്ചിറയിൽ നന്ദി പറഞ്ഞു. కావాలే చాలే ఇది చాలే ఇకై నువ్వే వచ్చి వలవే ఇకపై తిరనాళ్ళే ఇంకేం కావాలే ക്രിസ്മസ് ആഘോഷം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി മണ്ണിൽ അവതരിച്ച ഉണ്ണിയേശുവിന്റെ ജനനം പുലിക്കേം യൂണിറ്റ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശ്രേയസ് കോഴിക്കോട് മേഖല നടത്തിയ ക്രിസ്മസ് ഗാന മത്സരത്തിൽ പുലിക്കേം യൂണിറ്റ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. യൂണിറ്റിൽ നടത്തിയ ക്രിസ്മസ് ഗാന മത്സരത്തിൽ ജ്യോതി, റൈസിംഗ് സ്റ്റാർ, വിസ്മയ എന്നീ സംഘങ്ങൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയ, തൂലിക, കൈരളി, ജയ് കിസാൻ, അനശ്വര, നക്ഷത്ര, തേജസ്, പ്രാർത്ഥന, പ്രതീക്ഷ, ശാലോം, അമല, എവർഗ്രീൻ, ഗാലക്സി സംഘങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് കൈമാറി. കൂടരഞ്ഞി മഴവില്ല് സംഘം കരോൾ നടത്തി ക്രിസ്മസ് സന്ദേശം അറിയിച്ചു. റിപ്പബ്ലിക് ദിനം 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച്
കൂടരഞ്ഞി പഞ്ചായത്തിലെ മഴവില്ല് സ്വാശ്രയ സംഘവും കൂടരഞ്ഞി കർഷക സ്വാശ്രയ സംഘവും ഒരുമിച്ച് ചേർന്ന് വിമുക്ത ഭടന്മാരെ ആദരിച്ചു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മേരി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിച്ച ശ്രീ തോമസ് ജോൺ, ശ്രീ ജോസഫ് അഗസ്റ്റ്യൻ, ശ്രീ KJ ജോസഫ്, ശ്രീ EJ ബെർണാഡ്, ശ്രീ ബേബി സക്രിയാസ്, ശ്രീ ജോസ് MM എന്നിവരെ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു. മെഡിക്കൽ ക്യാമ്പുകൾ ഒക്ടോബർ 14 ശ്രേയസ് പുലിക്കയം യൂണിറ്റിലും ജനുവരി 14 കൂടരഞ്ഞി യൂണിറ്റിലെ കക്കാടംപൊയിൽ പ്രദേശത്തും ഡോക്ടർ ഗോകുലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതിൽ 200-ലധികം പേർ പങ്കെടുക്കുകയും പ്രഷർ, ഷുഗർ എന്നിവ നിർണയിക്കുകയും ചെയ്തു. നാരങ്ങാത്തോട് യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ സിജോ പന്തപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. കാലാവസ്ഥയുടെ മാറ്റങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളെക്കുറിച്ചും മറ്റു ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി ഹെൽത്ത് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. കോടഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ നിർദ്ദിഷ്ട ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവരുടെ സേവനം ഹെൽത്ത് ക്ലാസുകളിൽ ലഭ്യമാക്കുന്നു. സാമൂഹ്യക്ഷേമ പ്രവർത്തന മണ്ഡലങ്ങളിൽ അരനൂറ്റാണ്ടിന്റെ പ്രാഗൽഭ്യം കരഗതമാക്കിയിട്ടുള്ള ശ്രേയസ് സമാനതകളില്ലാതെ അതിന്റെ കുതിപ്പ് തുടരുകയാണ്. മുൻപിലെത്തുന്നതിന് മുൻപ് മുമ്പിൽ വരാനിരിക്കുന്നവനെ തിരിച്ചറിയാനുള്ള ദീർഘവീക്ഷണം, അനുഭവജ്ഞാനത്തിൽ സമവായം ചെയ്തെടുത്ത ശ്രേയസ് ദർശനത്തിലെ സ്വീകാര്യത, സർവോപരി സേവന സന്നദ്ധരായ സാമൂഹ്യ പ്രവർത്തകർ, മൂല്യ അവബോധമുള്ള നേതൃത്വനിര, ഇവയെല്ലാം ക്രമാനുക്രമം സംയോജിച്ചപ്പോൾ ശ്രേയസ് എന്ന ദീപനാളത്തിന്റെ ശോഭ 10 മടങ്ങ് വർദ്ധിച്ചു. നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ദിവ്യ ഗുരുവിന്റെ ഓർമ്മപ്പെടുത്തൽ ഹൃദയത്തിൽ ഉള്ളിടത്തോളം ഈ ദീപനാളം ഒളിമങ്ങാതെ പ്രശോഭിക്കും എന്നതിൽ സംശയമില്ല. ശ്രേയസ് പുലിക്കയം യൂണിറ്റിന്റെ 2023-24 കാലഘട്ടത്തിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകളോടെ നന്ദി, നമസ്കാരം.